അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ഫൽയൻളുറിൽ ഇൻസാനു മിമ്മ ഖുലിക മിമ്മാ ഇൻദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. ഇവിടെ അല്ലാഹു പറയുന്നത് വാപ്പയെ കുറിച്ചിട്ടാണ്. ഏ മനുഷ്യ, ഫൽയൻളുറിൽ ഇൻസാനു മിമ്മ ഖുലിക. ആദ്യം അല്ലാഹു പറഞ്ഞു ഉമ്മയെ കുറിച്ച്, അല്ലാഹു പിന്നീട് പറയുന്ന വാപ്പയെ ഉപേക്ഷിച്ചിട്ടില്ല. ഓ മനുഷ്യ, നീ ഒന്ന് ചിന്തിക്കാത്തതെന്താ? എന്തിൽ നിന്നാണ് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചെടുത്തത്? അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത് എവിടെ നിന്നറിയോ? പിതാവിന്റെ മുതുകിൽ നിന്ന് വരുന്ന ഒരു ഇന്ദ്രിയത്തിൽ നിന്നല്ലയോ നിന്നെ ഞാൻ സൃഷ്ടിച്ചെടുത്തത്. അതുകൊണ്ട് ഉമ്മയെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ, വാപ്പയെയും ഉമ്മയെയും തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അല്ലാഹു പറയുന്നു നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്താ? സഹോദരങ്ങളെ, അതുകൊണ്ട് ആദ്യം ഖുർആൻ ഉമ്മയെ കുറിച്ച് പറയുന്നത്. ആ ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ സാമ്രാജ്യമുണ്ടല്ലോ. ഞാൻ പറയുന്നു ഏറ്റവും വലിയ അത്ഭുതം വിരിയുന്നത് ആകാശത്തല്ല, ഏറ്റവും വലിയ അത്ഭുതം വിരിയുന്നത് ഭൂമിയിലല്ല, അത്ഭുതങ്ങളുടെ കലവറ സമുദ്രത്തിലല്ല, അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ തലവറ, ആ കലവറ തുടരുന്നത് എവിടെയെന്നറിയോ? പൊന്നുമോനെ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലാ. ഏതാണ് അവിടുത്തെ അത്ഭുതം എന്നറിയുമോ? ഗർഭധാരണം നടക്കുമ്പോൾ ഒരു സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള പരിപൂർണ ഗർഭിണിയാകുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പത്തിൽ വ്യാപ്തമാകുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ കലവറ ഖുർആൻ. അത്ഭുതങ്ങളുടെ മഹാത്ഭുതം. അത്ഭുതങ്ങൾ വിരിയുന്നത് ആകാശത്തിന്റെ വർണ്ണരാതിയിലല്ല, ആകാശസീമകളിൽ മടവില് വിരിയുന്നത് അത്ഭുതമല്ല. ഗർഭാശയം എന്ന് പറയുന്ന ഒരു ചെറിയ ലോകം. പൊന്നുമോനെ, നീ ആരായിരുന്നെന്നറിയുമോ? മാതാവ് പിതാവും തമ്മിൽ വിവാഹം കഴിയുമ്പോ പിതാവിന്റെ മുതുകിൽ നിന്ന് ഒരു ഇന്ദ്രിയത്തുള്ളിയായി താഴോട്ട് വന്ന് ആ ഗർഭാശയം എന്ന കൊച്ചു ലോകത്തിന്റെ അത്ഭുതങ്ങൾ അറിയുക. അല്ലാഹു പറഞ്ഞതല്ലേ, നീ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ. അതുകൊണ്ടല്ലേ റബ്ബാദ്യ മലക്കിനെ കുറിച്ച് പറഞ്ഞത്. ഗർഭധാരണം നടക്കുമ്പോൾ സഹോദരങ്ങളെ, പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയത്തുള്ളിയായി ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന അവന്റെ ഇന്ദ്രിയത്തിൽ ഏതാണ്ട് 20 കോടി മുതൽ 40 കോടി വരെ ബീജങ്ങൾ ഉണ്ടെന്ന ശാസ്ത്രം പറയുക. ആദ്യം ഗർഭാശയം പഠിക്കട്ടെ. ഖുർആൻ പറഞ്ഞത് ഇവിടെയാ. സഹോദരങ്ങളെ, ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമേടാ. ആ അത്ഭുതം ഇത് തന്നെയാണ്. ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിൽ 20 കോടി മുതൽ 40 കോടി വരെ ബീജങ്ങൾ ഉണ്ടാവും. ആ ബീജങ്ങൾ എന്ന് പറഞ്ഞാൽ ശരാശരി പുരുഷന്റെ 1 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ ഏതാണ്ട് 2 കോടി വരെ ബീജങ്ങൾ ഉണ്ടാകണമെന്ന കണക്ക് പറയുക. ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്നവന്റെ 1 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തുള്ളിൽ 2 കോടി ബീജങ്ങളില്ലെങ്കിൽ ഡോക്ടർമാര് പറയും നിനക്ക് മക്കൾ ഉണ്ടാവില്ല, നിനക്ക് സന്താനോൽപാദനമില്ല, കൗണ്ട് കുറവാണ്. 1,99,99,999 ബീജമുണ്ടെങ്കിലും പൊന്നു സഹോദരങ്ങളെ, സന്താനോൽപാദനം നടക്കില്ല. 2 കോടി ബീജങ്ങൾ 1 മില്ലി ലിറ്ററിൽ പൂർണ്ണമായിട്ടുണ്ടാവണം. ഒരു പ്രാവശ്യം സ്ത്രീ പുരുഷ ബന്ധമുണ്ടാകുമ്പോ അതാ പിതാവിന്റെ ഇന്ദ്രിയത്തുള്ളികൾ 40 കോടിയോളം വരുന്ന ബീജങ്ങൾ. ആ ബീജം അതാ ചെറിയ ഒരു ചരമ്പിന്റെ ഉള്ളിലൂടെ, ഒരു ചെറിയ രക്തക്കുടലിലൂടെ 8 സെന്റിമീറ്റർ നീളമുള്ള 9 സെന്റിമീറ്റർ വ്യാപ്തിയുള്ള ഒരു സ്ത്രീയുടെ അണ്ഡാശയത്തിന്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ്. ആ പ്രത്യുൽപാദനം നടക്കുമ്പോ ഒരു സ്പൂൺ ദ്രാവകം കൊള്ളാനുള്ള വലിപ്പമേ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ ഉള്ളു. 40 കോടിയോളം ബീജങ്ങളുടെ പട വരികയാണ്. ബീജം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാ. ഒരു മൊട്ടുസൂചിയുടെ മൊട്ടിന്റെ വലിപ്പം പോലും ഇല്ലാത്ത 40 കോടിയോളം ബീജത്തിന്റെ പടപ്പുറപ്പാട് വരുമ്പോ ആ ബീജമതാ സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ മുമ്പിലെത്തുമ്പോ, ആ ഗർഭാശയത്തിന്റെ താക്കോൽ പടിന്റെ മുമ്പിലെത്തുമ്പോ പടച്ചറപ്പുരാൻ പറയുകയാണ് 39,99,999 ബീജങ്ങൾ നശിക്കട്ടെ. ഒരേ ഒരു ബീജത്തെ മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത്, മൊട്ടുസൂചിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരേ ഒരു ബീജത്തെ മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതാ ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് കിടക്കുകയാ. ഓ പൊന്നുമോനെ, ഇന്ന് നിനക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇന്ന് നിനക്ക് പടത്തിന്റെ പൊളപ്പുണ്ടെങ്കിൽ ആ ഉമ്മ
ഉമ്മ നിനക്ക് വെറുക്കപ്പെട്ടവളാണെങ്കിൽ പൊന്നുമോനെ ജീവിതത്തിന്റെ പുറകിലോട്ട് കടന്നു പോവ്. നീ ആരായിരുന്നെന്നറിയുമോ? നീ ആരായിരുന്നെന്നറിയുമോ? ഒരു മൊട്ടുസൂതിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത നിന്നെ ഈ കാണുന്ന രൂപത്തിൽ എടുത്തത് ഉമ്മാന്റെ ഗർഭാശയമല്ലേ? ആ ഉമ്മയുടെ അടിവയറ്റിലല്ലേ നീ നിന്റെ കാലുകൊണ്ട് തൊടിച്ചത്? ആ ഉമ്മയുടെ അടിവയറല്ലേ നിന്റെ കാലിന്റെ മർദ്ദനമേറ്റ് പൊളഞ്ഞു വീണത്? എത്രയോ ഉമ്മമാർ, പൊട്ടിക്കരഞ്ഞു പോയ ഉമ്മമാർ. പൊന്നുമോനെ മറന്നു പോകരുതേ, വന്ന വഴിയിലേക്ക് തിരിച്ചു പോകണേ. ആ മൊട്ടുസൂതിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലും അന്ന് നിനക്കില്ലടാ. അന്ന് നിനക്ക് ഈ ആരോഗ്യമില്ല. അന്ന് നീ നിനക്ക് ഉമ്മാടെ മുകളിൽ പിരിച്ചു കാണിച്ച മീശയുടെ വലിപ്പമില്ല. ഇന്ന് നീ പൊക്കിയ കാലിന്റെ രൂപമില്ല. മൊട്ടുസൂചിയുടെ വലിപ്പമേ നിനക്കുള്ളൂ. അത് ഉമ്മാന്റെ ഗർഭാശയത്തിലോട്ട് കടന്നു വരുമ്പോ ഒരു സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് നീ വീഴുകയാണ്. പിന്നീട് ലോകത്തിന്റെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം വിടരുകയാണ്. അത് പിന്നീട് എന്തായി മാറിയെന്നറിയോ? فخلقنا المضغة عظاما فكسونا العظام لحما ثم نسيناه خلقا آخر فتبارك الله أحسن الخالقين. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വന്ന രക്തത്തുള്ളി പിന്നീട് ഇന്ദ്രിയത്തുള്ളി രക്തത്തുള്ളിയാകുന്നു. അത് പിന്നീട് മാംസപിണ്ഡമാകുന്നു. ആ മാംസപിണ്ഡം 4 മാസം കഴിയുമ്പോ ആ ഇന്ദ്രിയത്തുള്ളി പിന്നീട് രക്തപിണ്ഡമാകുന്നു. പിന്നീട് അത് ചവച്ചരക്കപ്പെട്ട ഒരു മാംസപിണ്ഡമാകുന്നു. ആ മാംസപിണ്ഡമായി കഴിയുമ്പോ ഓരോ മാസവും കഴിയുമ്പോ നീ നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ആ മാംസപിണ്ഡത്തിലേക്ക് എല്ലുകൾ വന്ന് എല്ലിന്റെ മുകളിൽ തൊലി പൊതിഞ്ഞ് 4 മാസമായി കഴിയുമ്പോൾ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, 4 മാസം പൂർത്തിയായി കഴിയുമ്പോൾ ഉമ്മാന്റെ ഗർഭാശയം കാണാത്ത അത്ഭുതം ഏതാണുള്ളത്? 4 മാസം പ്രായമാകുമ്പോൾ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. ആ മലക്ക് നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ച് ആ കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കുകയാണ്. അവൻ എവിടെ ജനിക്കണം, അവൻ എങ്ങനെ ജനിക്കണം, അവൻ കറുത്തവനാകണോ വെളുത്തവനാകണോ, അവൻ ആണാകണോ പെണ്ണാകണോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ, 4 മാസത്തിന് നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലാ നിന്റെ ജീവിതത്തിന്റെ തീരുമാനമുണ്ടായത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആ ഗർഭസ്ഥ ശിശുവിന്റെ പിടിച്ചിട്ട് ആ മലക്ക് അല്ലാഹുവിനോട് 4 ചോദ്യങ്ങൾ ചോദിക്കും. അല്ലാഹുവേ, അല്ലാഹുവേ, അദക്കറുന അമുനസ, ഇവനാണാകണോ പെണ്ണാകണോ? അല്ലാ, ഉമ്മാന്റെ ഗർഭാശയം കാണാത്ത അത്ഭുതം ഏതാണുള്ളത്? മലക്ക് വന്നിട്ട് എന്റെയും നിന്റെയും ശരീരത്തിൽ പിടിച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ, ഇതെവിടെ നടക്കുന്നതെന്നറിയോ? എന്റെയും നിങ്ങളുടെയും ജന്മം തന്ന ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവേ, ഇവനാണാകണോ പെണ്ണാകണോ? അല്ലാഹ് മറുപടി പറഞ്ഞു, നമുക്കറിയാം, അഹമ്മദ് കബീറിന്റെ ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ അഹമ്മദ് കബീർ കിടക്കുമ്പോ അല്ലാഹ് എന്ന് പറഞ്ഞത് അവൻ ആണാകട്ടെ എന്നാണ്. അതുകൊണ്ട് ഇന്നാണ് അഹമ്മദ് കബീർ ആണായത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, നിന്റെ ഉമ്മയുടെ ശരീരത്തിൽ വെച്ച് ചോദിച്ചപ്പോ അല്ലാഹ് പറഞ്ഞു നീ പെണ്ണാകട്ടെ എന്ന്. അതുകൊണ്ടാണ് നീ പെണ്ണായത്. ഈ ഉത്തരം നമുക്ക് ഉറപ്പാണ്. പക്ഷേ 3 ചോദ്യങ്ങൾ കൂടി ചോദിച്ചു. അതിന്റെ ഉത്തരം ലോകത്താർക്കും അറിയില്ല. രണ്ടാമത് വീണ്ടും ചോദിച്ചു, വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹുവിന്റെ മലക്ക് ചോദിച്ചു, അല്ലാഹുവേ, അല്ലാഹുവേ, അശഖിയുൻ സഈദ്, ഇവൻ ജീവിതം തുടങ്ങുമ്പോ ഇവൻ വിജയിയാണോ പരാജിതനാണോ? അല്ലാഹുവേ, ഈ കുഞ്ഞ് അവൻ ജീവിതത്തിൽ വിജയിക്കുമോ? അവൻ ജീവിതത്തിൽ പരാജിതനായി മണ്ണടിയുമോ? അല്ലാഹുവിനോട് മലക്ക് ചോദിച്ചു. റബ്ബുൽ ഇസ്സത്ത് മറുപടി പറഞ്ഞു, ഖാലിഖായ റബ്ബ്, ഖഹാറായ റബ്ബ്, അല്ലാഹു മറുപടി പറഞ്ഞു. സഹോദരങ്ങളെ, നമുക്കറിയില്ല, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. പക്ഷേ മരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പറയുമോ? ഒരു പ്രാവശ്യം പറഞ്ഞിട്ടൊന്ന് ചുണ്ട് വിതുമ്പുമോ?
ഇല്ലെങ്കിൽ സഹോദരങ്ങളെ 10,000 പറ കണ്ടതും വെള്ളത്തില, 10,000 പറ ചെയ്തു കൂട്ടിയത് വെള്ളത്തിലല്ലയോ? മരിക്കുമ്പോൾ വിധേയായി മരിക്കുമോ? അതല്ല പരാജിതനായി ഈ മണ്ണിന്റെ മുമ്പിൽ മലർന്നു കിടക്കുമോ? ആർക്കും അറിയില്ല സഹോദര. ഇതിന്റെ തീരുമാനമുണ്ടായത് അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലക്കായിട്ട് നീ കിടന്ന ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാ. അവിടെ നടക്കാത്ത അത്ഭുതങ്ങളുണ്ടോ? അവിടെ കാണാത്ത അത്ഭുതങ്ങളുണ്ടോ? അവിടെ നിന്നതാ 4 മാസമെത്തി. ആ മലക്ക് നിനക്ക് റൂഹൂതി, ആ റൂഹ് ശരീരത്തിലേക്ക് വന്നു കയറി. അവിടെ നിന്ന് പിന്നെ വളരാൻ തുടങ്ങുകയാണ്. നിന്റെ കാല് വളരുന്നു, നിന്റെ കൈ വളരുന്നു, നിന്റെ എല്ലാം വളരുകയാണ്. അവിടെ നിന്ന് ഒരു പൂർണ്ണ ശിശുവായി വളരുമ്പോ സഹോദരങ്ങളെ, ഗർഭാശയം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാ. ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് എന്തെന്നറിയോ? അതിൽ കിടക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ വളരുമ്പോ ഉമ്മാന്റെ ഗർഭാശയം ഒരു ബലൂൺ പോലെ വികസിക്കുകയാണ്. നാം വളരുന്നതിനനുസരിച്ച്, നമ്മുടെ കൈ വളരുന്നതിനനുസരിച്ച്, നമ്മുടെ കാല് വളരുന്നതിനനുസരിച്ച് ആ ഗർഭാശയം ഇങ്ങനെ വികസിച്ചു വന്ന് അവസാനം 9 മാസവും 10 ദിവസവും ആകുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വലുതാകുമ്പോ എന്റെ പൊന്നു സഹോദരാ, സൗന്ദര്യം കിട്ടിയപ്പോ, ആ സൗന്ദര്യത്തിന്റെ പേരിൽ നിനക്കൊരു സൗന്ദര്യമുള്ള പെണ്ണിനെ കിട്ടിയപ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് ഉമ്മാന്റെ നാഭിക്കും അടിവയറ്റിരുന്നൊടിച്ചവനെ, എടാ നിനക്ക് ഈ സൗന്ദര്യം കിട്ടിയത് എങ്ങനെയെന്നറിയോ? നീ ആ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കയ്യും കാലും വളരുമ്പോ അതിനനുസരിച്ചെങ്ങാനും അല്ലാഹു ഉമ്മാന്റെ ഗർഭാശയം വലുതാവാതിരുന്ന കൈ വളരാൻ സ്ഥലമില്ലാട്, കാല് വളരാൻ സ്ഥലമില്ലാട്, കയ്യും കാല് ചേർത്ത് പിടിച്ചിട്ട് 9 മാസം 10 ദിവസം തികഞ്ഞു കഴിഞ്ഞ് വെളിയിലോട്ട് വരുമ്പോ ആര് കണ്ടാലും അറപ്പ് തോന്നുന്നൊരു രൂപമായി മാറുമായിരുന്നില്ലേ? നിന്റെ ഉമ്മാന്റെ ഗർഭാശയം വളർച്ചയ്ക്കനുസരിച്ച് വികസിച്ചത് കൊണ്ടല്ലേ ഇത്രയേറെ സൗന്ദര്യം നിനക്കുണ്ടായത്. ആ സൗന്ദര്യത്തിന്റെ പേരിൽ അതിനേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടി, ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് പിന്നീട് ഉമ്മ വേണ്ടാത്തവളായി. സഹോദരങ്ങളെ, ഗർഭിണിയായ ഉമ്മ, ആ ഗർഭിണിയായ ഉമ്മ, അവളെ കുറിച്ച് ഓർക്കാനാണ് ഉമ്മയുടെ ഗർഭപാത്രം മറന്നു പോകരുതേ. നീ എവിടെ എത്തിയാലും ശരി, അവിടെ നീ കടന്ന ഒരു ഓർമ്മ ഒരു രക്തപിണ്ഡമായി, ഒരു മാംസപിണ്ഡമായി, ഒരു എല്ലിക്കൂടായി വളർന്നു വളർന്നു വരുന്ന ഒരു പിഞ്ചു പൈതലായി 9 മാസവും 10 ദിവസവും നിനക്കൊരു താരാട്ട് പോലെ ആട്ടിയ നിന്റെ ആദ്യത്തെ ആട്ടുകെട്ടിലേടാ, അത് നിന്റെ ഉമ്മാന്റെ ഗർഭാശയമല്ലയോ?